ഗോളടിക്കുന്നവർ വാർത്തകളിൽ നിറയുമ്പോൾ ഗോളുകൾ തടയുന്നവർ ചരിത്രം കുറിക്കുന്നു. കാൽപന്ത് കളിയിലെ ഏറ്റവും പ്രശസ്തമായൊരു ചൊല്ലിന് വീണ്ടും അർത്ഥപൂർണത ഉണ്ടായിരിക്കുന്നു. ഈ ലോകകിരീടം ആരുയർത്തിയാലും അതിനേക്കാളേറെ തെളിഞ്ഞു നിൽക്കും കാബോ വെർദെ എന്ന ചെറുരാജ്യത്തിൻ്റെ പോരാട്ടവീര്യം. കാളക്കൂറ്റൻ്റെ കരുത്തുള്ള സ്പെയിനിന് മൂക്ക് കയറിട്ട കാബോ വെർദെയുടെ കാവൽ മാലാഖയായ ഗോൾ കീപ്പറിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. സ്പാനിഷുകാരുടെ കാലുകളിൽ നിന്ന് പന്തിൻ്റെ രൂപത്തിൽ ഉതിർന്ന കൂരമ്പുകളെ തടഞ്ഞു നിർത്തിയ വൊസീഞ്ഞ എന്ന ഗോൾ കീപ്പറിൻ്റെ കഥ. അയാളെക്കുറിച്ച് പറയാതെ ഈ ലോകകപ്പ് പൂർത്തിയാകില്ല. ജോസിമർ ജോസെ എവോറ ഡയസ്, വയസ്സ് 40, ചുരുക്കപ്പേര് വൊസീഞ്ഞ. പോർച്ചുഗീസ് ഭാഷയിൽ അർത്ഥം ചെറിയ ശബ്ദം എന്നാണ്. എന്നാൽ കാൽപന്തിൻ്റെ ലോകമാകെ അയാളുടെ പേരിൽ ഇന്ന് ആരവമുയരുകയാണ്. മുൻ ലോക ചാമ്പ്യന്മാരും നിലവിലെ യൂറോപ്യൻ ജേതാക്കളുമായ സ്പാനിഷ് അർമാദയെ അയാൾ ഒറ്റയ്ക്കാണ് ഏറിയ സമയവും തടഞ്ഞു നിർത്തിയത്. അതും ലോകകപ്പിലെ കാബോ വെർദെ എന്ന രാജ്യത്തിൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ. 25ഓളം തവണയാണ് സ്പെയിൻ കാബോ വെർദെയുടെ ഗോൾമുഖം ലക്ഷ്യമിട്ടത്. അതിൽ ഏറ്റവും അവിശ്വസനീയമായത് 40-ാം മിനിറ്റിലെ രക്ഷാപ്രവർത്തനമായിരുന്നു. 2 ഗോൾ ശ്രമങ്ങൾ. വീണിട്ടും എണീറ്റ് പിന്നിലേക്കോടി വായുവിലുയർന്ന് വിരൽത്തുമ്പ് കൊണ്ട് പന്ത് പോസ്റ്റിന് മുകളിലൂടെ വഴിതിരിച്ചു വിടുമ്പോൾ അയാൾ ആ പേര് അടയാളപ്പെടുത്തി: വൊസീഞ്ഞോ. സ്പെയിനെതിരായ ഈ അവിശ്വസനീയമായ പ്രകടനത്തിനിടയിൽ വെറും 1 മിനിറ്റിനുള്ളിൽ വൊസീഞ്ഞോയെ ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരാൻ ആരംഭിച്ചത് 2 ലക്ഷത്തിലേറെ പുതിയ ഫോളോവേഴ്സാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച് ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ കളിക്കാരൻ കൂടിയാണ് വൊസീഞ്ഞോ. 1ാമൻ ഈജിപ്തിൻ്റെ എസാം എൽ ഹദാരിയാണ്. 2012-ൽ കാബോ വെർദെ ടീമിനായി അരങ്ങേറ്റം കുറിച്ച വൊസീഞ്ഞോ ഒരു പതിറ്റാണ്ടിലേറെയായി ടീമിൻ്റെ 1ാം നമ്പർ ഗോൾ കീപ്പറാണ്. ദേശീയ ടീമിനായി 80-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കാബോ വെർദെയെ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ടൂർണമെൻറ്റുകൾ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് അയാളുടേതായുണ്ട്. ഒരു നല്ല ഗോൾ കീപ്പറാകാൻ നിങ്ങൾക്ക് അല്പം മാക്കോസിസം അഥവാ വേദന ആസ്വദിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത് ജർമ്മൻ ഇതിഹാസ ഗോളി ഒലിവർ ഖാനാണ്. ഒരു ഗോൾ കീപ്പറായിരിക്കുക എന്നതിൻ്റെ പ്രധാന വശം ഇതാണ്: നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ പുറകിൽ മറ്റാരുമില്ല. പീറ്റർ ചെക്ക് എന്ന ഗോളി മറ്റൊരിക്കൽ പറഞ്ഞതാണത്. ടീം 2 ഗോളിന് പിന്നിലാണെങ്കിലും ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ച് എപ്പോഴും കളി തുടങ്ങുന്നത് 0-ൽ നിന്നാണെന്ന് പറഞ്ഞത് ജെൻസ് ലേമാനാണ്. സ്പെയിനെ 0-0 എന്ന സ്കോറിൽ തളച്ച മത്സരത്തിൽ വൊസീഞ്ഞോ എന്ന ഗോൾ കീപ്പർ തൻ്റെ കരിയറിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. ലോകകപ്പിൽ സ്പെയിനെതിരെയുള്ള മത്സരത്തിൽ കാബോ വെർദെ ഗോൾ കീപ്പർ തകർക്കാൻ കഴിയാത്ത ഒരു മതിൽ പോലെയാണ് നിലകൊണ്ടത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ മാത്രം ലാറോജ എന്നറിയപ്പെടുന്ന സ്പെയിൻ ബ്ലൂ ഷാർക്സ് എന്ന കാബോ വെർദെക്കെതിരെ നടത്തിയത് 13 ഗോൾ ശ്രമങ്ങളാണ്. അതിൽ 4 എണ്ണം ഓൺ ടാർഗറ്റും 6 എണ്ണം ലക്ഷ്യം തെറ്റിയതുമായിരുന്നു. പെനാൽറ്റി ബോക്സിനുള്ളിൽ സ്പാനിഷ് താരങ്ങളെ സാക്ഷിയാക്കി കാബോ വെർദെ താരങ്ങൾ മൈനസ് പാസ് പലകുറി ആവർത്തിച്ചത് വൊസീഞ്ഞോയിലുള്ള വിശ്വാസം കൊണ്ടായിരുന്നു. നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വൊസീഞ്ഞോ സഹതാരങ്ങൾക്ക് നൽകിയ കരുത്ത് ചെറുതായിരുന്നില്ല. കൗമാര വിസ്മയം ലമിൻ യമാൽ ഇറങ്ങിയതോടെ വേഗം പൂണ്ട സ്പാനിഷ് രൂപമാറ്റത്തെയും അയാൾ ശില പോലെ തടഞ്ഞു നിർത്തി. സ്പാനിഷ് മുന്നേറ്റങ്ങളുടെ കണ്ണികൾ കൃത്യമായി ബന്ധിപ്പിക്കാൻ അനുവദിക്കാതെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് സഹതാരങ്ങളും തങ്ങളുടെ ഗോൾ കീപ്പർക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഇത്തവണ ലോകകിരീടം നേടുമെന്ന വ്യാപക പ്രചാരണത്തോടെ കപ്പ് ഫേവറിറ്റുകളായി ആദ്യ മത്സരത്തിനിറങ്ങിയ സ്പെയിൻ ഇപ്പോൾ സംശയമുനയിലാണ്. 27 ഷോട്ടുകൾ ഗോളിലേക്ക് ഉതിർത്തിട്ടും അവർക്ക് എതിർവല ചലിപ്പിക്കാനായില്ല. നിങ്ങൾ ആ ടീം ലൈനപ്പിലേക്കൊന്ന് നോക്കൂ. പെഡ്രിയും റോഡ്രിയും ഗാവിയും യമാലും നിക്കോ വില്യംസും റൂയിയും ടോറസും ഓൽമോയും ഓയർസബാലും അടങ്ങിയ ഒരു നിരയാണ് ആദ്യ ലോകകപ്പ് കളിക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തിന് മുന്നിൽ ലക്ഷ്യം കാണാതെ ഉഴറിയത്. കളിയിൽ 74% നേരവും പന്ത് കൈവശമുണ്ടായിരുന്നിട്ടും ഗോളടിച്ചാലേ കളി ജയിക്കൂ എന്ന പാഠം അവർക്ക് നടപ്പാക്കാനായില്ല. കൈമാറിയത് 710 പാസുകളാണ്. സ്പെയിനിൻ്റെ പ്രധാന സ്ട്രൈക്കർ ഓയർസബാൽ ആദ്യമായി പന്ത് കാലുകൊണ്ട് സ്പർശിച്ചത് 30-ാം മിനിറ്റിലായിരുന്നു. പകരക്കാരനായെത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ 5ലേറെ അവസരങ്ങൾ സൃഷ്ടിച്ച യമാലിൻ്റെ ഭീഷണികളെയും നെഞ്ചുറപ്പോടെ കാബോ വെർദെ താരങ്ങൾ വിഫലമാക്കി. സ്പെയിനിൽ ലഭിച്ച 11 കോർണറുകളെയും ബോക്സിനുള്ളിലേക്ക് വന്ന അപകടകരമായ ക്രോസുകളെയും നിർവീര്യമാക്കാൻ കാബോ വെർദെ താരങ്ങളുടെ മനപ്പൊരുത്തം തന്നെ ധാരാളമായിരുന്നു. അവർ അപൂർവമായി മാത്രമാണ് സ്പെയിൻ ബോക്സിലേക്ക് കയറിയത് തന്നെ. ഗ്രൂപ്പ് എച്ചിലെ സ്പെയിനിൻ്റെ നോക്കൌട്ട് സാധ്യതകൾ മേൽ ഈ ഗോൾരഹിത സമനില ആശങ്കയുടെ മേഘങ്ങൾ വിതയ്ക്കുന്നുണ്ട്. കരുത്തരായ ഉറുഗ്വേ, സൗദി അറേബ്യ എന്നിവർക്കെതിരെയാണ് അടുത്ത മത്സരങ്ങൾ. അതിൽ ഏതിൽ പിഴച്ചാലും മുന്നോട്ടുള്ള പോക്ക് സ്പെയിനിന് കടുപ്പമേറിയതാകും. ലോക റാങ്കിങ്ങിൽ 67-ാം സ്ഥാനത്തുള്ള ഒരു ചെറിയ രാജ്യത്തോട് ലോക റാങ്കിങ്ങിലെ 2ാമൻ ഉയർത്തെങ്കിൽ അത് നൽകുന്ന സൂചന ചെറുതല്ല.